ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. അനഘയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. തലേ ദിവസം കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ടും കേർട്ടൻസ് ഒക്കെ അടച്ചിട്ടുകൊണ്ട് നേരെ വെളുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എണീക്കാൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8:45 ആയി കാണും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ അനക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ മെല്ലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫെമിനായിട്ടിനാണെങ്കിൽ കണ്ണന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൊക്കോനെ നോക്കിയപ്പോൾ അവൻ ആകെ സെൻറ്റ് അടിച്ചിരിക്കുകയായിരുന്നു. വായ നോക്കാൻ പട്ടിക്കുട്ടന്മാരൊന്നും കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. വിളിച്ചിട്ടൊന്നും അങ്ങനെ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അനഘയ്ക്ക് ഗിഫ്റ്റായിട്ടൊരു ഉണ്ണിക്കണ്ണനാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അവൾ രാവിലെ തന്നെ പൂജാമുറിയിൽ പൊസിഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. വെറും ദോശ എന്നല്ല, കുറച്ച് റിച്ചായിട്ട് മസാല ദോശ തന്നെയാണ്. പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണനെ കുളിപ്പിക്കാനായിട്ട് അനു പോയപ്പോൾ ദോശ ചൂടൽ ഞാൻ ഏറ്റെടുത്തു. എനിക്ക് പിന്നെ പണ്ടേ ദോശ ചൂടാൻ നല്ല ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് അത് നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തു. എനിക്ക് ഈ പൊട്ടാറ്റോ മസാല കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഉണ്ടാക്കാറുള്ള പൊട്ടാറ്റോ കോളിഫ്ലവർ മസാലയാണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കാറുള്ള സ്ഥിര ഐറ്റമായിരുന്നു. ഒരു കെറ്റിലും ഇൻഡക്ഷനും ഫ്രൈങ് പാനും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏട്ടനും ഫെമിനായിട്ടും ഫസ്റ്റ് ട്രിപ്പിനെ കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അനഘയും വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുക്കീസിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് പണ്ട് ഞാനും അനഘയും ഈ ഗിഫ്റ്റ് റാപ്സൊക്കെ ഉണ്ടല്ലോ അത് എടുത്ത് വെക്കാറുള്ളൊരു കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ലഗേജസ് ഉണ്ടായിട്ടുണ്ടാവുക എനിക്കും അവൾക്കാണ് കേട്ടോ. എൻ്റെ അച്ഛൻ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് ആക്രിക്കാർക്ക് പോലും ഇത്രയധികം സാധനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. കണ്ണൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു. സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളും കൊണ്ട് ഈ പോണത്. മേലെന്ന് നോക്കിക്കഴിഞ്ഞ് ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോൾഫിൻസ് ഇതാണ് കേട്ടോ. ജിമ്മിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കണ്ട ശേഷം ഏട്ടനും ഫെബിനേട്ടനും കൊക്കോനെയും കൊണ്ട് സ്പാക്കി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനും അനുവും കണ്ണനും ഫ്ലാറ്റിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഞങ്ങൾ കോളേജിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഫോട്ടോ ഉണ്ടല്ലോ അത് ഞങ്ങൾ 2012 കോളേജ് ജോയിൻ ചെയ്തപ്പോൾ ഹോസ്റ്റലിൽ എടുത്തതാണ്. പിന്നെ ഈ ഫോട്ടോ 2017 ഓണത്തിനെടുത്ത ഫോട്ടോ ആണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പാർക്കിലെത്തി. നല്ല വെയിലായതുകൊണ്ട് അവിടേക്കൊന്നും പോയില്ല. ലേശം തണലുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഓടിച്ചാടിയൊക്കെ നടന്നു. ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. അവളെ കൊണ്ട് പാട്ട് പാടിക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. അത് ശരിക്കും മിസ്സായിപ്പോയി. കുറച്ച് നടന്നപ്പോഴത്തേക്കും കീ തരാനായിട്ട് ഫെബിനേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊക്കോനെയും കൊണ്ട് സ്പാക്കി കൊണ്ടുപോവുകയാണല്ലോ. എന്താ കൊക്കോൻ്റെ ഇരുത്തല്ലേ, ഏട്ടൻ്റെ മടിയിൽ ചാടി കയറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. പഴയ കുറേ പാട്ടൊക്കെ വെച്ചിട്ട് ചില്ല് ചെയ്തിരുന്നു. സൈഡ് ബൈ സൈഡ് ലഞ്ചിനുള്ള പരിപാടികളും എല്ലാം തുടങ്ങി. കണ്ണനും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവൻ ഞങ്ങളുടെ കൂടെ ഈ തള്ള വൈബ് സോങ്സ് ഒക്കെ കേട്ടിരുന്നു. പിന്നെ അവന് ബോറടിക്കേണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കോക്കോമെലനൊക്കെ വെച്ച് കൊടുത്തു. അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കൊക്കുണ്ടല്ലോ സ്പാ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ലഞ്ചിനുള്ള ഐറ്റംസ് ഞങ്ങൾ തകൃതിയായിട്ട് തന്നെ സൈഡ് ബൈ സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് പിന്നെ ആദ്യം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. നല്ല വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ്, മോരുകറി, പലതരം അച്ചാറുകൾ, കാളൻ, ഉപ്പേരി, ഉള്ളിത്തീയൽ, ചമ്മന്തിപ്പൊടി, മുട്ട, പപ്പടം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ തീയൽ അങ്ങനെ കഴിച്ചിട്ടില്ല, ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. അനു ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മലപ്പുറം സൈഡിലൊന്നും തീയൽ എന്ന് പറഞ്ഞിട്ട് അധികം ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കൊക്കോയും ഏട്ടനവിടെ നല്ല ചില്ലിങ് ആണ്. ഈ ചമ്മന്തിപ്പൊടി അതിന് പണ്ട് എപ്പോഴും കൊണ്ടുവരും. ആ സൈഡിൽ കാണുന്ന ഫോട്ടോയിൽ ഞാൻ കഴിക്കണതും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ലഞ്ച് ആസ്വദിച്ച് തന്നെ കഴിച്ചു. ലഞ്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം 3 മണിയൊക്കെ ആയിട്ടോ. കൊക്കോനുള്ള ഫുഡും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സിനിമയൊക്കെ വെച്ച് അതൊക്കെ കണ്ടിട്ടിരുന്നു. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഏട്ടനും എല്ലാം റെഡി ആവാൻ നോക്കി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അതിനപ്പോഴത്തേക്ക് അവർക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന കോലത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കണ്ണൻ എവിടെയോ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ചാടി കയറി ഞങ്ങളുടെ കൂടെ പോകുന്നത്. അവർക്ക് പിന്നെ ഏതായാലും കൊക്കോനെയും കൊണ്ട് ഈവനിങ് വാക്കിന് പോകാനും ഉണ്ടായിരുന്നു. താഴെ എത്തിയപ്പോൾ ഒരു പൂടലിനെ കണ്ടപ്പോൾ കൊക്കോ ആകെ എനർജറ്റിക്കായി. കുറച്ച് ഷോ ഓഫൊക്കെ ആയിരുന്നു.
അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കണ്ണനോട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു അടിപൊളി വീക്കെൻഡ് തന്നെ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇവരുടെ കൂടെയൊക്കെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.